കൂൾ ഹോമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പല വീഡിയോസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് BLDC AC കുറിച്ച് എല്ലാം അറിയിക്കുന്ന രീതിയിൽ എല്ലാ ഇൻഫർമേഷനും ഒരു കുടക്കീഴിൽ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ BLDC ACയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ആദ്യം വന്നിരിക്കുന്നത് സിൻഫിൻ എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അത് 1 ഇയർ ബോർഡ് വാറൻറ്റിയോട് കൂടിയാണ് വന്നത്. അതിനുശേഷം പിന്നെ വൈബർ എന്ന് പറയുന്ന കമ്പനി വന്നു. അത് 3 ഇയർ ബോർഡ് വാറൻറ്റിയോട് കൂടിയാണ് വന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചുകൂടി എനർജി എഫിഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതെല്ലാം ഒരു മദർ പ്ലാന്റിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. എല്ലാം ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് വരുന്നതാണ്. ഇതിപ്പോൾ മൊസറ്റ എന്ന് പറയുന്നത് 5 വർഷത്തെ ബോർഡ് വാറൻറ്റിയോട് കൂടിയും 10 വർഷത്തെ കംപ്രസർ വാറൻറ്റിയോടും കൂടി വന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് മൊസറ്റ. ഇത് നമുക്ക് 1.5 ടണ്ണിൽ അവൈലബിൾ ആണ്. BLDC AC നമുക്ക് 1 ടണ്ണും 1.5 ടണ്ണും 2 ടണ്ണൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ACയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 1.5 ടണ്ണിൽ നിന്നും എക്സ്പാൻഡബിൾ അപ് ടു 2 ടൺ എക്സ്പാൻഡബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ചും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് BLDC AC കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സർവീസിനുള്ള ഔട്ട്ലെറ്റ്, സർവീസിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ കമ്പനിയിൽ തന്നെ അതെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഡോർ സ്റ്റെപ്പ് ഡെലിവറി, നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ സാധനം എത്തിച്ച് തരുന്നതായിരിക്കും. 80% കറണ്ട് ബില്ല് കുറവ് എന്നതിന് ഒരു തെളിവ്, ഒരു പ്രൂഫ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സാധാ പഴയ ഇൻവെർട്ടർ AC എന്ന് പറയുന്നത് സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറിൽ ഒരിക്കലും ഓടില്ല. 4 ബാറ്ററി ഉണ്ടെങ്കിലാണ് അത് സ്റ്റാർട്ടിങ് കറണ്ട് സ്റ്റാർട്ടാവുക പോലും ഉള്ളൂ. നേരെ മറിച്ച് നമ്മുടെ ഈ ഒരു മൊസറ്റയുടെ BLDC AC ഒക്കെ ആണെങ്കിൽ വെറും സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറിൽ റണ്ണാവും. ഇപ്പോൾ നമ്മുടെ മുന്നത്തെ ഒരു ടെക്നോളജി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുന്നേ നമുക്ക് സാധാ ഹാലജൻ്റെ ബൾബായിരുന്നു. അത് മാറി പിന്നെ കുറച്ചുകൂടി എനർജി എഫിഷ്യൻ്റായ CFL ബൾബ് വന്നു. പിന്നെ അതും മാറി LED ബൾബ് വന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആദ്യം AC നോർമൽ AC ആയിരുന്നു, പിന്നെ ഇൻവെർട്ടർ AC ആയി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലെല്ലാം BLDC AC വളരെ അധികം പ്രാവീണ്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി എന്ന രീതിയിലാണ് നമ്മുടെ ഈ BLDC AC മാർക്കറ്റിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം എന്ന് പറയുന്നത് BLDC ACയിലേക്ക് മാറാൻ ഏറ്റവും നല്ല അവസരമാണ്. പിന്നെ ഇപ്പോൾ കോപ്പറിന് ഒക്കെ വില കൂടി, നിങ്ങൾക്കറിയാം. ഈ സ്വർണത്തിൻ്റെ വിലയൊക്കെ കൂടുന്നതിനനുസരിച്ച് ബാക്കി ലോഹങ്ങളുടെയും, അതായത് കോപ്പർ, അയേൺ, അലൂമിനിയം, ഇതിൻ്റെ എല്ലാം വില കൂടുന്നു. നമ്മുടെ ACയിൽ 100% കോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പറിൻ്റെ വില കൂടിയതുകൊണ്ട് ACയുടെ എല്ലാം, നമ്മുടെ AC മാത്രമല്ല എല്ലാ ACയിലും വില കൂടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴും പഴയ സ്റ്റോക്ക് എന്ന് പറയുന്നത് 2025, 26 മേക്ക് സ്റ്റോക്ക് ഈ ഒരു വില കൂടുന്നതിനേക്കാൾ മുന്നേ ഞങ്ങൾ എക്വയർ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പഴയ വിലയ്ക്ക് കുറച്ച് കാലം കൂടി നിങ്ങൾക്ക് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ BLDC ACയിലേക്ക് മാറാൻ ഏറ്റവും നല്ല അവസരം, ഉത്തമ അവസരം